ചോക്ലേറ്റ് ഹീറോ എന്നും കുഞ്ചാക്കോ ബോബൻ തന്നെയാണ്. അതിനെ വെല്ലാൻ ഇതുവരെയും ആർക്കും സാധിച്ചിട്ടില്ല എന്നത് മറ്റൊരു സത്യം. എന്നാൽ ചോക്ലേറ്റ് നായകൻ അഭിനയിച്ച സിനിമയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുവെന്ന് പ്രേക്ഷകർ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിനുണ്ടായ മാറ്റങ്ങളും എല്ലാം തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കുഞ്ചാക്കോ ബോബൻ. സംവിധായകൻ ഫാസിൽ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച നടന്മാരിൽ ഒരാളാണ് കുഞ്ചാക്കോ ബോബൻ. 1997 പുറത്തിറങ്ങിയ അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം നായകനായി എത്തുന്നത്. ആദ്യ ചിത്രം തന്നെ ഇൻഡസ്ട്രിയിൽ ഹിറ്റാക്കി മാറ്റിയ കുഞ്ചാക്കോ ബോബൻ ഒരു കാലത്ത് ചോക്ലേറ്റ് ഹീറോ എന്ന ലേബലിൽ നിറഞ്ഞിരുന്നു. തിരിച്ചുവരവിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കാൻ കുഞ്ചാക്കോ ബോബനായി. അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണ് കുഞ്ചാക്കോ ബോബൻ. സംവിധാനം ഫാസിലിന്റെ ഡ്രീം പ്രൊജക്റ്റായിരുന്നു അനിയത്തിപ്രാവ് എന്നും മലയാള സിനിമയിൽ തരംഗം സൃഷ്ടിച്ച ബാലനടിയായ ശാലിനി ഹീറോയായി തിരിച്ചെത്തുന്ന ചിത്രമായി അതെന്നും കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു. സിനിമയ്ക്ക് നായകനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഫാസിലിന്റെ ഭാര്യ റോസിയാണ് തന്റെ പേര് പറഞ്ഞതെന്നും എന്നാൽ തന്നെ വിളിച്ചപ്പോൾ താൻ അഭിനയിക്കാനില്ലെന്ന് പറഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ സിനിമയിൽ താൻ സെലക്ട് ആയെന്നും ആ സിനിമ ഹിറ്റായെന്നും താൻ നടനായെന്നും കുഞ്ചാക്കോ ബോബൻ കൂട്ടിച്ചേർത്തു.